ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യമായ സ്വാഫ്യത്തുണ്ടാവട്ടെ. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ? ഞാനിതാ മക്കളെ ലുലുമാളിലേക്ക് ഒന്ന് പോവാണ്. നമ്മളെ സെമീറ മോൾ ലുലുമാളിലേക്ക് വരുന്നുണ്ട് എന്നെ വിളിച്ചിന്. അപ്പം ഞാൻ വലിയാപ്പ അവിടെ ഇറങ്ങുന്നത് കൂടുതൽ വലിയാപ്പൻ്റെ കൂടെ ഞാനും തിരക്കിട്ട് പോയാൽ മക്കളെ. എന്നാൽ പിന്നെ അതിൻ്റെ മുമ്പ് തന്നെ എന്നെ ഇറക്കി തരും. ബസ്സും ഉണ്ട് ഇതിലേ പോകാൻ കേട്ടോ. ലുലുമാളിൻ്റെ മുമ്പ് തന്നെ ഇറങ്ങാൻ പറ്റിയ ബസ്സും ഇതിലേ പോകുന്നുണ്ട്. പക്ഷേ വലിയാപ്പ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതല്ല നല്ല ആ ബസ്സിനേക്ക് കൊടുക്കാൻ ലാഭമായില്ലേ. അപ്പോൾ ഞാൻ വേഗം വാതിലെ കടിച്ച് ആദ്യം കുറേ രാവിലെ തന്നെ മോളോട് പറഞ്ഞ് നമ്മളിങ്ങനെ ലുലുമാളിൽ പോവുക, ഈ വരുന്നോന്നൊക്കെ ചോദിച്ച് വിളിച്ചതാണ്. അവൾ പറഞ്ഞു ഞാനില്ല മങ്ങൾ വേഗം പോയി ഞാനില്ല അങ്ങോട്ടും എന്ന് പറഞ്ഞു. എവിടേക്ക് വിളിച്ചാലും എൻ്റെ മോള് വരില്ല. ഏത് നേരം കിടക്കും, കിടന്ന് കഴിഞ്ഞ് തിന്നണം എണ്ണീറ്റ് തിന്നുക, പിന്നെയും കിടക്കുക. ഇത് മാത്രമാണ് എൻ്റെ മോളെ ഒരൊറ്റ വിഷമം. എനിക്കത് മാത്രമേ ഉള്ളൂ മക്കളെ. എനിക്കൊരു മനസ്സിനൊരു സമാധാനം എന്ന് പറഞ്ഞില്ല. പിന്നെ എങ്ങനെയൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഒന്ന് പോവാമെന്ന് പറയുമ്പോൾ ഓലെയും കണ്ട് രണ്ട് വർത്താനൊക്കെ പറയല്ലേ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളും ആണല്ലോ മക്കളെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴത്തെ എല്ലാവരും നമ്മളുടെ സ്നേഹമുള്ളട്ടെ. ലൈവിൽ വരുന്ന എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതേമാതിരി ലൈവിൽ കൂടെ പരിചയപ്പെട്ടതാണ് ഈ സെമീറ മോളെ. നല്ലൊരു മോളാണ്. ഓളും മക്കളും ഓളെ ഭർത്താവും ഒക്കെ നല്ല സ്നേഹമാണ് മക്കളെ. അപ്പോൾ ഏതായാലും വേണ്ടില്ല ആ കുട്ടീനെ ഒന്ന് കാണാൻ പോവാണ്. ഓൾ വരുന്നുണ്ട് പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് മക്കളെ ഇറങ്ങിക്കുന്ന വലിയാപ്പൻ്റെ കൂടുതൽ ജഗ പോകാൻ കൂട്ടി ഇറങ്ങുക. അപ്പം വലിയാപ്പണ്ട് പറഞ്ഞ് അവിടെ ഒരു മണ്ണാത്തൻ ഉണ്ടല്ലോ, മണ്ണാത്തൻ വല എന്താ പറയുക, അങ്ങനെ പണ്ടത്തെ ഒരു ഇങ്ങനെ വല പോലത്തെ ഇതേപോലെ അവിടെ വല കെട്ടിക്കുന്നത് അതൊന്ന് തുടച്ചുകൾ വൃത്തിയാക്കി കാളുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോഴോ അത് ഇനി പിന്നെ കങ്ങളാണ് ആണുങ്ങളാണ് അതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആണുങ്ങളൊന്നല്ല പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഞാൻ വേഗം ഇറങ്ങി എൻ്റെ മോളോട് യാത്രയൊക്കെ പറഞ്ഞ്. മോളെ കുറേ വിളിച്ചിട്ട് മോള് വരാത്തപ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞാൽ വേഗം വരാം മോളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ മോളോട് പറഞ്ഞ് ഹംദാന് വരും 12:30 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഉറങ്ങരുത്, വാതിൽ തുറന്നിരിക്കണം മോളെ. അതാണ് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. കാരണം ചെറിയ പണികളൊക്കെ എൻ്റെ മൂക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഉഷാറ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പം ഒന്നും ഇന്നലെ 2-3 ദിവസമായിട്ട് ഓളെ ഏൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയും. കുട്ടികളുടെ ഡ്രസ്സ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇടുന്ന യൂണിഫോമിൻ്റെ ഇതൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാൻ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മോളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കുട്ടികൾക്കുള്ള ഷോക്സ് കാര്യങ്ങൾ അങ്ങനെ സോക്സൊക്കെ തിരഞ്ഞ് നോക്കണം കേട്ടോ. ഒക്കെ എടുത്ത് കൊട്ടയിൽ ഓരോരോ കൊട്ടയിലാണ് ഇടുന്നത് മക്കളെ. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവെക്കണം. ഞാൻ രാത്രി ഇസ്തിരിട്ടേക്കണാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണ്. കാരണം എല്ലാം കൂടി ഉമ്മക്കാവില്ല മോളെ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്ത് ഞാൻ ഒരു വാതിലടയ്ക്കരുത്, ഉറങ്ങരുത്, മോനിപ്പം വരുമെന്ന് പറഞ്ഞപ്പോൾ അതും കാത്തിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് മക്കളെ. ഇപ്പോൾ മഴ ഇല്ല, നല്ല വെയിലാണ്. ഫുള്ള് മുറ്റത്ത് തിരുമ്പിയൊക്കെ ആറിയിട്ടിക്കണ്. അപ്പോൾ വലിയാപ്പ വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട്. അപ്പം ദിയമോളെ 2 സോക്സ് കാണാതായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് തൽക്കാലം വാതിലില്ല സൈഡിൽ നിന്ന് കിട്ടി. കഴിച്ചിട്ട് അവിടെ മൂലക്കലിട്ടതേക്കും. അപ്പോൾ അത് നല്ലോണം സോപ്പൊക്കെ കുളിക്കുന്ന സോപ്പ് കൊണ്ടൊക്കെ നല്ലോണം തിരുമ്പി അത് ഞാൻ അവിടെ ആറിയിട്ടിക്കണ് മക്കളെ. പണി എന്നാണ് മക്കളെ, ഒരു ഒഴിവും ഉണ്ടാവില്ല. മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്തും എന്തെങ്കിലുമൊക്കെ തിരുമ്പിയെടുത്തേക്കാൻ അതെടുത്തേക്കാൻ ഇതെടുത്തേക്കാൻ എന്നുള്ളത് ഇങ്ങനെ തോന്നും. വെറുതെ നിൽക്കാനുള്ളൊരു സമയമില്ലേ മക്കളെ. എവിടെയെങ്കിലും 2 ദിവസം പാർക്കാൻ പോകണമെന്ന് എപ്പോഴും വിചാരിക്കും. പാവം എൻ്റെ അമ്മ മരണപ്പെട്ടു. എൻ്റെ അമ്മ ജീവനോടുണ്ടെങ്കിൽ മക്കളെ നമുക്ക് ഭയങ്കര ബേജാറാവും. മോളെ ഈ തിന്നോ, മോളെ ഈ കുടിച്ചോ, ഈ എന്താക്കണേ, ഈ ഉറങ്ങുകയാണോ ഇരിക്കുകയാണോ, ലേശം പോയി കിടക്ക്, അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടേ വിളിക്കും. ഞാൻ പറയും എൻ്റെ അമ്മ നിങ്ങളിങ്ങനെ ഓരോന്ന് ചോദിച്ച് വിളിക്കല്ലേ. കാരണം അങ്ങനെ അവൻ്റെ പണി എടുക്കണേ നേരം പോകുമെന്ന് അറിയാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മക്കളെ. അരീച്ച മണിക്കൂർ പോകുമ്പോൾ വിളിക്കും. എന്നെ പറയും ഈ ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഈ എന്താക്കാന്ന് അറിയാൻ എനിക്കൊരു സമാധാനം ഇല്ല എന്ന് എൻ്റെ അമ്മ പറയുക. ഞാൻ പറഞ്ഞു അമ്മ വിളിച്ചോളി, ഈ ദേഷ്യം പിടിക്കണമെന്നല്ല അമ്മ, ഞാൻ എൻ്റെ പണീൻ്റെ തിരക്കാനെ കൊണ്ട് അത് സാരല്ലേ മോളെ, ഈ എന്താ വെള്ളം കുടിക്കുക. അങ്ങനെ അമ്മ പറയുമ്പോഴാണ് അധിക സമയത്ത് ഞാൻ ചായ കുടിക്കലും അതിനൊക്കെ ഇറങ്ങലിട്ടോ. ഈ രാവിലത്തെ ചായ കുടിച്ചില്ലല്ലോ അങ്ങനെ അമ്മേൻ്റെ ചോദ്യം കേൾക്കുമ്പോഴാണ് എപ്പോഴും ഞാൻ ചായ പോയി കുടിക്കില്ല. ആ അമ്മ കുടിക്കാൻ പോകണം. അങ്ങനെ നമ്മളിതാ ലുലുമാളിലെത്താനായി. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലുലുമാളിലെത്തും മക്കളെ. ഇത് ഗോകുല സ്കൂളാണ്. ഇതിൽ കൂടാണ് നമ്മൾ ബൈപ്പാസ് ഹൈലൈറ്റിലേക്ക് പോകുന്നത്. ഗോകുല സ്കൂളാണ് കേട്ടത്. ഇവിടുന്ന് ഇങ്ങനെ നേരെ തിരിഞ്ഞിങ്ങനെ വളഞ്ഞ് വന്നാൽ നമ്മൾ ലുലുമാളിലെത്തി മക്കളെ. അത്രയേ ഉള്ളൂ. എല്ലാവരും ചോദിക്കും ലുലുമാളിൻ്റെ അടുത്താണോ, ലുലുമാളിൻ്റെ അടുത്താണ്. രണ്ടിന് മക്കളെ ഈ ഒരു വളവ് കഴിഞ്ഞ് ഇതിപ്പോൾ റോഡ് നന്നാക്കിയതാണ്. ഇവിടുന്ന് ഒരു വളവും കഴിഞ്ഞ് ഇപ്പോൾ ഒരു വളവേ ഇതായിട്ടുള്ളൂ മക്കളെ. അത് നേരെ എങ്ങനെ പോവുക. ഈ നേരെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ ഒരു 3 മിനിറ്റേ ഉള്ളൂ മക്കളെ. നേരെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ജംഗ്ഷനിലെത്തി ലുലുമാളാണ് കാണുന്നത്. ലുലുമാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ലുലുമാളെത്തി. ഇത്രയേ ഉള്ളൂ മക്കളെ. കാരണം ലുലുമാളിൻ്റെ ഇതാക്കണം ആ ഗേറ്റൊക്കെയാണ് കാണുന്നത്. മെയിൻ ഗേറ്റ് അപ്പുറമാണ്, ബാക്ക് കൂടെ ഉള്ള ഗേറ്റാണിത്. ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് കൂടാണ് വരാൻ എളുപ്പം. കാരണം ഇവിടുന്ന് അങ്ങോട്ടാണ് വലിയാപ്പക്ക് പീടികയിലേക്ക് പോകാൻ എളുപ്പം. അപ്പോൾ വലിയാപ്പൻ്റെ കടയിലേക്കും പോകാം, എനിക്ക് ലുലുമാളിലേക്കും. കാരണം എൻ്റെ സെമീറ മോൾ അവിടെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കി തന്ന് എന്നോട് പറഞ്ഞ് ഞാനിവിടെ ഇറക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് ഇറക്കി തന്നാൽ അത് ഉള്ളിലേക്ക് വേണ്ട, ഞാനിവിടെ ഇറങ്ങിയിട്ട് പൊയ്ക്കൊണ്ട് പറഞ്ഞ് അങ്ങനെ വലിയാപ്പ എന്നെ ഇവിടെ ഇറക്കി തന്ന് ഞാൻ
നേരെ ഇന്ന് സെമീർ അതാ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സെമീറിനെ കണ്ട് ഞാൻ അപ്പോൾ വല്യാപ്പനോട് ഓക്കെ പറഞ്ഞു ഞാൻ പോവുകയാണ്. വല്യാപ്പ അതാ നേരെ വണ്ടിമേലും പറഞ്ഞ് അങ്ങോട്ട് പോയി തുടങ്ങി മക്കളെ. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ലുലുമാളാണ്, തൊട്ടടുത്തല്ലേ മക്കളെ. ആകെ ഒരു 3-2.5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് എല്ലാ കാര്യത്തിനും വരല്. അപ്പോൾ സെമീറ മോളും ഞാനും കൂടി ഇതാ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവുകയാണ് മക്കളെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ളൊരു സാധനം എന്താണെന്ന് അറിയാം മക്കളെ. കോഴിമുട്ട ഇതിൽ നിറയെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഓരോരോ കോഴിമുട്ട എടുക്കുന്നതിനനുസരിച്ച് ഓരോ കോഴിമുട്ട പുറത്തേക്ക് വരും. അപ്പോൾ കോഴിമുട്ട വീണ് പൊട്ടൂല. ഇത് റേക്കുമേൽ വെക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു സെമീർ അത് വെക്കാനുള്ള വലിയ റേക്കൊന്നും നമ്മളവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതാ ഫ്രിഡ്ജിൽ വെക്കണം അടിപൊളി നല്ല നല്ല പാത്രങ്ങളൊക്കെയാണ് കേട്ടോ മക്കളെ. ഇതൊക്കെ വാങ്ങിയാലൊക്കെ നമ്മളെ ഫ്രിഡ്ജും വലിയ ഫ്രിഡ്ജാണ്. ഇത് വെക്കാനൊന്നും ഇവിടെ നേരമില്ല കുട്ടികളെ. എന്തെങ്കിലും ഒരു കവറിലാക്കി കെട്ടി തൂക്കല്ല. ആദ്യമൊക്കെ ഞാൻ നല്ല ഫോമിലും ഗ്ലൂസിലൊക്കെ വെച്ചിനി. ഇപ്പം എനിക്ക് അതിനൊന്നും നേരമില്ല. പാത്രങ്ങൾ ഇതാ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ വെക്കാൻ അടിപൊളി പാത്രം, നല്ല വെറൈറ്റി ഓരോരോ സംഗതികൾ കാണുമ്പോൾ നമുക്ക് പൂതിയാവുകയാണ്. പൊട്ടിപ്പോവാതൊക്കെ നല്ലോണം ശ്രദ്ധിക്കും വേണം. പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നായിട്ടുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും പൊന്നാര കുട്ടികളെ. അപ്പോൾ കണ്ടറിഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടും വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. വെളിച്ചെണ്ണയുടെ അടിപൊളി ഒരു ബോട്ടലുണ്ട്. അവന് നല്ല വില കുറവും ഉണ്ട് കേട്ടോ മക്കളത്. സാധാരണ വാങ്ങിയത് ഇത്ര വില ഒന്നും ഇതിനില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, കാരണം നല്ല കാണാനും അതിർപ്പുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ എടുക്കുക അങ്ങനെ തലയിൽ തേക്കുക, മുഖത്ത് വെക്കുക. ഇതാണ് മക്കളെ. വെളിച്ചെണ്ണൻ്റെ ബോട്ടലും ഉണ്ട്. അപ്പം നമുക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇതിൻ്റെ അടുത്തുണ്ട് കേട്ടോ മക്കളെ. ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അതിൽ ഇതിറ്റാൽ തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുക. മറ്റേത് വാങ്ങട്ടോ, കുറച്ച് പൈസ കൂടുന്നുള്ളൂ. എന്നാലും നല്ല ഇത് കണ്ടില്ല മക്കളെ, പ്ലാസ്റ്റിക്കിൻ്റെ നല്ല അടിപൊളി ബക്കറ്റ് കണ്ടോ. എന്താ ഭംഗി കാണാൻ. ഇതൊക്കെ ഇട്ട് വെക്കാനും ഇതൊക്കെ കൊണ്ട് വെക്കാനും പറ്റിയ വീടുകളും കാര്യങ്ങളൊക്കെ ആവണം മക്കളെ. നമുക്കിതൊന്നും അതിനത്ര വലിയ മുന്തിയ വീടൊന്നുമല്ല. നല്ല അതിർപ്പുള്ള വീടുകൾക്കൊക്കെ അത് നല്ല സംഗതികളാണ് മക്കളെ. അപ്പോൾ അത് ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വരുന്നതും പിടിക്കുന്നതും പല മോഡലുകളുണ്ട് മക്കളെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പുരയിലത്തെ സാധനങ്ങൾ ഒന്നായിട്ട് പെറുക്കിയിട്ട് ആക്രിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിറ്റാൽ കുറച്ച് കൊണ്ടുപോയി വെക്കാനൊക്കെ ഒരു പൂതിയുണ്ട്. അത്രക്കും ഭംഗിയുള്ള സാധനങ്ങളാണ് മുത്ത് മക്കളെ ഇവിടെ ഉള്ളത്. അപ്പോൾ എൻ്റെ സെമീറ പറഞ്ഞു അത് വാങ്ങിക്കമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നാര മോളെ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ പുരയിലുള്ള സാധനത്തിനൊന്നും ഒരു ഭംഗിയില്ലാത്ത മാതിരിയുണ്ട് മക്കളെ. ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലുള്ള ഒരു സാധനത്തിനൊരു ഭംഗിയില്ല എന്ന് തോന്നുക. അത്രയ്ക്ക് അതിർപ്പുള്ള സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് പൊന്നാര കുട്ടികൾ. ഇതെന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. ഇതെന്താ മോളെ ഇത് കഞ്ഞിനുള്ള ഒന്നായിട്ട് കുടിക്കാനാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് എന്താണെന്നും കൂടി എനിക്ക് മനസ്സിലാവില്ല. കുറേ ഉണ്ട് കെട്ടി തൂക്കി ഇവിടെ വെച്ചിരിക്കുന്ന മക്കളെ. എന്തിൻ്റെയാണ് ഏതാണെന്നൊന്നും എനിക്കും പെടുത്തില്ല. നല്ല അടിപൊളിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താ നമുക്ക് തിരിഞ്ഞിട്ടില്ല പൊന്നാര കുട്ടികളെ. പിന്നെ ഇതൊക്കെ മക്കളെ സ്റ്റീലിൻ്റെ സ്പൂണുകൾ പല മോഡലുകളുണ്ട്. സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയത് മാതിരത്തൊക്കെ തിളങ്ങുന്നതാണ് മക്കളെ. കണ്ട് എന്തോ ഒരു അതിർപ്പാണ്. നല്ല ഗോൾഡിൻ്റെ കളർ അടിപൊളി. ഗോൾഡ് അല്ല, ഒരു കോപ്പർ കളർ നല്ല സൂപ്പറായിട്ട് കുറച്ച് പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ മാതിരിയൊക്കെ ഉണ്ട് കാണാൻ. ഏതായാലും ഇങ്ങനത്തതൊക്കെ ഇട്ട് കറിയിലൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കുളൂസിൽ എല്ലാം വെച്ച് ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കാണാൻ. നമ്മളെ പുരൻ്റെ അകത്ത് നമ്മൾ നല്ല നല്ല സാധനങ്ങളുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് ആരും വിരുന്ന് വരുമ്പം കൊടുക്കാമെന്ന് പറയും. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ മക്കളെ. അപ്പോൾ അതൊക്കെ നല്ല ചിരട്ടക്കയിൽ കണ്ടങ്ങൾ ആറ്റിക്കെറിക്കിയ കഞ്ഞിയൊരു കുഞ്ഞിക്കൈലി കുടിച്ചോളി എൻ്റെ ആറ്റക്കനിയായ മാരനൊരു നല്ല വാക്ക് പറഞ്ഞാളി. നല്ല അടിപൊളി ബക്കറ്റ് സ്റ്റീലിൻ്റെത്. ഇതിലൊക്കെ കറി ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് കറിയൊക്കെ വിളമ്പിയിട്ട് ബക്കറ്റ് കൊണ്ടുവച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തിന്നാനും നല്ല രസവും ഉണ്ടാവും. അടിപൊളി ആയിരിക്കും മക്കളെ. ഇതൊക്കെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മളറിയാതെ നമ്മൾ തിന്നു പോവും. അങ്ങനെ പല സൈസ് വാട്ടർ ബോട്ടിൽ അത് ഇത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പൊന്നാര കുട്ടികൾ. എന്നാലും വേണ്ടില്ല, കാണാനൊരു പൂതിയാണ്. എത്ര കണ്ടാലും എനിക്ക് പാത്രങ്ങൾ എത്ര കണ്ടാലും ബോട്ടലുകൾ എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല മക്കളെ. പിന്നെയും വാങ്ങാനൊക്കെ തോന്നിപ്പോവും. അതിർപ്പുള്ള സംഗതികളൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. അതേമാതിരി ബദാം, കശുവണ്ടി അത് ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ ബോക്സാണിത്. കാരണം എൻ്റെ അടുത്തുള്ള ചതുരാണ്, ഒന്നായിട്ട് അതിലിട്ട് വെക്കലാണ്. ഇത് ഒരുപാട് ബോക്സുകൾ അട്ടിയാക്കി വെക്കാൻ സ്ഥലം കുറഞ്ഞു കിട്ടും കേട്ടോ മക്കളെ. ഇതിൻ്റേതുള്ള ചതുരാണ്, ഒന്നായിട്ട് 5-6 കള്ളിയാണ്, അതിലാണ് ഇട്ട് വെക്കൽ. ഇതിങ്ങനെയാണ്, ഓരോരോ കോലത്തിലാണ് മക്കളെ. ഓരോ സൈസിലല്ലേ ഉണ്ടാവുന്നത്. നല്ല ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും ഭംഗി ഇതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇതൊക്കെ ഞാൻ ചോദിച്ചറിയാണ്. ആ പെൺകുട്ടീനോട് ഞാൻ ചോദിച്ചു മോളെ ഇത് എന്തിൻ്റെതാണെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയണേ ഇത് ബദാമൊക്കെ ഇടണമെന്ന് പറഞ്ഞു തന്ന്. അങ്ങനെ എന്തായാലും വേണ്ടില്ല ബദാം ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളിതൊക്കെ എടുക്കുന്നുണ്ടല്ലോ, വീഡിയോ ഒക്കെ എടുക്കുകയാണല്ലേ. ഞാൻ പറഞ്ഞു ആ മോളെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയതാണെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കും ഉണ്ടായിന് വീഡിയോ ഒക്കെ, എനിക്ക് ഇടാനൊന്നും നേരമില്ല, ഇവിടുന്ന് ഫോൺ എടുക്കാനും പറ്റില്ല, ഉപയോഗിക്കാനും പറ്റാം, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞ് അങ്ങനെ
വർത്താനൊക്കെ പറഞ്ഞ കുട്ടീനോട്, ആ കുട്ടീനെ എപ്പോഴും കാണുന്നത് എന്നോട് എപ്പോഴും വർത്താനം പറയും. ഇങ്ങനത്തെ ഈ സെക്ഷനിൽ ആ കുട്ടിയാണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഫോണൊക്കെ എടുത്ത് എന്നോട് പറഞ്ഞ് നിങ്ങളെ എന്താണ് ചാനലിൻ്റെ പേര് പറയുന്നത് പറഞ്ഞ് ഞാൻ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ആ കുട്ടി അത് ചാനലിൻ്റെ പേരൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 2 ചാനലിൻ്റെ പേരും പറഞ്ഞു കൊടുത്ത്. ഒന്ന് H3 കൊച്ചിനാണ് മക്കളെ, ഒന്ന് കുൽസുമാണ് മക്കളെ. അത് മുഴുവൻ അങ്ങോട്ട് അടിച്ചുകൂടി കുട്ടികൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത ആളെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടീൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എന്നോടും പറഞ്ഞു തന്ന്. അങ്ങനെ കുട്ടി ഇടലുണ്ടായിന്, ഇപ്പം കുറച്ചായിട്ട് ഇടൽ നിർത്തി വെച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാൻ പാടില്ല. അങ്ങനെ മക്കളെ ഇതെന്താണെന്നറിയാം സംഭവം. ഇത് നമ്മൾ ബട്ടർ പഴുത്തുക്കണോ നോക്കൽ, ഒരു മെഷീൻ വെച്ചിരിക്കുന്നത്. അവിടെ ബട്ടർ പഴുത്തുക്കണോ നോക്കാനുള്ളത്. പച്ച ബട്ടറും പഴുത്ത ബട്ടറും ഉണ്ട്. പച്ചാണ്, അപ്പോൾ അത് പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി ഇതൊക്കെയാണ് മക്കളെ. പഴുത്തതാണെന്ന് നോക്കാൻ കണ്ടില്ല, ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഇതാ പഴുത്തതാണെന്ന് അറിയാൻ ഒരു സംഗതികൾ മേലോട്ട് ഇത് പഴുത്തതാണെന്ന് പറയുന്നത്. ആദ്യത്തെ പച്ചയിനി, അപ്പോൾ അതിനൊരു മെഷീൻ വെച്ചിരിക്കുന്നത്. എന്താ ഇപ്പം കഥ അല്ലേ? പഴുത്തവും പച്ചയും നോക്കാനൊക്കെ ഓരോ മെഷീൻ വെക്കാറുണ്ട്. എന്താ ഇപ്പം കഥ? അപ്പോൾ ഞാൻ പറയാം, അതിൻ്റെ ഉള്ളിൽ കറി കേട് നിൽക്കണോ നോക്കാനൊക്കെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചൂടാക്കാതെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനില്ല. മക്കളെ കാലത്തിൻ്റെ പോക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുകയാണ് മക്കളെ. നമ്മളെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഒരു സന്തോഷവും സമാധാനം കിട്ടാതാണ് മരണപ്പെട്ടു പോയത് മക്കളെ. നോക്കിയാട്ടെങ്കിൽ ഒരു ബട്ടറൊക്കെ പഴുത്തുക്കണോ നോക്കാനൊക്കെ ഒരു മിഷൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മക്കളെ കാണണം. അങ്ങനെ നമ്മളിതാ കുബൂസ് 2-3 നോക്കുന്നുണ്ട്. ഇത് 2-3 നമ്മൾ എന്താണ് പറയുക, ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ടുള്ളൊരു കുബൂസ് ഉണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അത് എത്തിയിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരിയിലൊക്കെ ഒന്ന് പോയി ഇങ്ങോട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് കാത്തിക്കാണ് മക്കളെ. അങ്ങനെ നമ്മൾ ഏതായാലും മുകളിൽ പോയിട്ടൊരു ചായ കുടിക്കാതെ ഞാനും സെമീറ മോളും കൂടി അതാ മുകളിലേക്ക് കയറിക്കിന്. അങ്ങനെ മോള് പറഞ്ഞു ഇങ്ങോട്ട് താഴത്തേക്ക് തന്നെ പോരി പറഞ്ഞപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയതേ. അപ്പോൾ പറഞ്ഞ് വേണ്ടമ്മ മുകളിൽ തന്നെ കയറാമെന്നാണ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി അങ്ങനെ ഒരു എന്തെങ്കിലും ഭക്ഷണമോ കാര്യങ്ങളോ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ കയറിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി പല മോഡൽ സാധനങ്ങളൊക്കെ കണ്ടിട്ട് മക്കളെ, ഓരോ സംഗതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ ഉള്ള സംഗതികളാണ്. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് നിന്ന് നോക്കിയപ്പോൾ അവിടെ സംഭവം വേറാണ് മക്കളെ. ബേജാറായിപ്പോയി. നമുക്കത് കണ്ടിട്ട് പഠിച്ചോൻ കാക്കട്ടെ. കാരണം വെട്ടിത്തിളക്കണ പാലുണ്ടായിരുന്നല്ലോ വലിയൊരു പാത്രത്തിൽ. ആ പാല് പതയ്ക്കുന്നത് അങ്ങോട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു പോയി. അപ്പോൾ ആ ചായ ഉണ്ടാക്കണവൻ്റെ കാല് പൊള്ളി. അങ്ങനെ ഓനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരും ക്ലീനിങ്ങും ചെയ്യുന്ന തിരക്കിലാണ്. പാലൊക്കെ മറിഞ്ഞിട്ട് ഒന്നായിട്ട് കണ്ടാൽ മതി മക്കളെ, എന്തൊക്കെയോ കോലത്തിലായി കിടക്കണം. അപ്പോൾ കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ല മുകളിൽ. താഴത്തുനിന്ന് എന്താ വാങ്ങിക്കൊണ്ട് തിന്ന ചായ ഇന്നത്തെ ദിവസം ലുലുമാളിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓനെ കൊണ്ടുപോയി പോയിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ എനിക്കെന്താ പരിക്കറ്റ് പറ്റി, ആ കാല് പൊള്ളിക്കുന്നു. വെട്ടി തിളക്കണ പാലല്ല മക്കളെ, കാല് പൊള്ളി ഉണ്ടാവില്ലേ. പഠിച്ചോനെ കാക്കട്ടെ. അല്ലാതെ എന്ത് പറയാനാണ് മക്കൾ. ആരും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരുന്നോട്ടെ. വിഷമം തോന്നിപ്പോൾ ഓരോരുത്തർക്ക് കേൾക്കുമ്പോൾ. ജോലിക്ക് വരുന്ന മക്കളല്ലേ, എവിടെക്കോ ഉള്ള മക്കളായിരിക്കും മക്കളെ, ഒന്നും പറയണ്ട. അപ്പോൾ അള്ളാഹു എല്ലാവരും തൊട്ട് കാക്കട്ടെ. അങ്ങനത്തെ ദുരിതത്തിൽ നിന്നൊക്കെ ആരും ഒരു ബുദ്ധിമുട്ടിലും വരുത്താതിരിക്കട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യുക മക്കൾ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണം, ലൈക്കും സബും ചെയ്യണം. പുതിയ വീഡിയോ വരുന്നതൊക്കെ നിങ്ങൾ കാണണം. നമ്മളെ ഷോർട്ട് വീഡിയോ ഉണ്ട്, ഫുൾ വീഡിയോ ഉണ്ട്, മറക്കാതെ നിങ്ങൾ കാണണം. അപ്പോൾ ഞാനും സെമീറ മോൾ ഒരു ചായ അല്ല കുടിക്കുന്നത്, ഒരു ഫ്രൂട്ടി പോലത്തെ ഒരു സാധനമാണ് കുടിക്കുന്നത് മക്കളെ. കണ്ടില്ല.